അങ്ങനെ നമ്മുടെ നിധി എല്ലാം വിശ്വസിക്കുന്നുണ്ട്. രാജീവൻ സുധീഷിനെ നിലത്തിയിരുത്തിയത് വെറും ഒരു ആക്ടിങ് ആണെന്നൊക്കെ അവൾ വിശ്വസിച്ചിട്ട് അവൾ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും നേരെ ചെല്ലണത് നമ്മുടെ സാന്ദ്രയുടെ അടുത്തേക്കാണ്. സാന്ദ്ര പറഞ്ഞിട്ട് മോളെ ഇനിയെങ്കിലും നിനക്ക് ഇവിടെ സ്ഥിരം നിന്നൂടെ, അച്ഛനോടൊക്കെ തുറന്ന് പറഞ്ഞൂടെ, ഇപ്പം നിനക്കൊരു നല്ല അവസരമല്ലേ വീണ് കിട്ടീനെ, അച്ഛനോടും എല്ലാം തുറന്ന് പറയുക, എന്നിട്ട് നിൻ്റെ കല്യാണം വെറും ഒരു ആക്ടിങ് ആയിരുന്നു എന്നൊക്കെ പറയുകയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട്, ഇല്ല എടുത്തിയായിട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട, എനിക്കിപ്പോൾ ഒരാവശ്യം, എനിക്ക് ആദ്യം ഒരു ജോലിയാണ്, എന്നിട്ട് എൻ്റെ ഒരു സ്വന്തം കാലിൽ നിൽക്കണം, എനിക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം, എന്നിട്ട് ഞാൻ തിരിച്ച് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സാന്ദ്ര ആയിക്കോട്ടെ, എന്നാൽ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ സുധീഷ് ഹരീഷിനെ വിളിച്ച് പറയുന്നത്, എടാ നിധിയുടെ മുന്നിൽ ഇവിടുത്തെ രാജീവനും അരുണും എന്നോട് വല്ലാതെ സ്നേഹത്തിൽ പെരുമാറുന്നുണ്ട്, പക്ഷേ നേരം മറിച്ച് ഒറ്റയ്ക്കാവുമ്പോൾ എന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, എന്നെ പച്ചക്കിട്ട് കത്തിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ ഹരീഷ് പറയുന്നുണ്ട്, നീ വിഷമിക്കാതിരിക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണും, ഒരു 5 ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ വിളിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നിധി അങ്ങോട്ട് വരുന്നുണ്ട്. നിധി വന്നിട്ട് നമ്മുടെ സുധീഷിനോട് പറയുന്നുണ്ട്, എനിക്കൊന്ന് സംസാരിക്കണം, ഫോൺ തരുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഹരീഷിനോട് സുഭാഷേട്ടനോടൊക്കെ സംസാരിക്കേണ്ട. അവസാനം നമ്മുടെ നികേഷ് പറയുന്നുണ്ട്, എനിക്ക് ഏടത്തിയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ കോളൊക്കെ വിളിക്കേണ്ട. വീഡിയോ കോളൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ നിധിക്കാണെങ്കിൽ വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നിധി പറയുന്നുണ്ട്, സുധീഷിനോട് പറയുന്നുണ്ട്, അതെ ഇന്നിപ്പോൾ എന്തായാലും പുറത്ത് കിടക്കണ്ട, എൻ്റെ റൂമിൽ വന്ന് കടന്നാൽ മതി കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും സുധീഷിന് ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. അത് നമ്മുടെ രാജീവനും വരുണും കുറേ മുടക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷ് അതൊക്കെ മറികടന്നിട്ട് എന്തായാലും നമ്മുടെ ഇതേ റൂമിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.